സത്യമായിട്ടൊന്ന് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും വേണ്ടി എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഒരു 1 മണി വരെ ഫുൾ ജോലിയായിരുന്നു. ഞാൻ ഒരു വകയും ഉണ്ടാക്കിയില്ല. കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലീനിങ് മാത്രമായിട്ട് നിന്നു. 1 മണിക്ക് ശേഷം തലവേദന എടുത്ത് പണ്ടാരം അടങ്ങി ഞാൻ കിടപ്പായിരുന്നു കേട്ടോ. ഒരു 5-6 മണി വരെ കിടന്നിട്ട് ഒരു ഗുളികയും കഴിച്ചിട്ടാണ് ഞാൻ എണീറ്റത്. അത്രയ്ക്ക് തലവേദനയും അതുപോലെ ജോലി മീൻസ് ക്ലീനിങ്. എൻ്റെ അമ്മേ, പ്രഷർ പമ്പ് എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് സൺഡേ ആയിട്ട് കടകളെല്ലാം ഈ റെൻറ്റിന് എടുക്കുന്ന കടകളെല്ലാം ഓഫ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ പോകുന്നുണ്ട്. ഒന്ന് ബ്രഷ് കൂടെ വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെ വെച്ച് ചെയ്തുകൊണ്ടേക്ക് നിന്ന് കുറേ സമയം എടുത്ത് ഫുൾ ക്ലീൻ ചെയ്തില്ല, ഒരു സൈഡായിട്ടേ ഉള്ളൂ. കുറേ മണ്ണ് ബാക്കി വന്നു. അത് അപ്പുറത്തെ ദിയയുടെ വീട്ടിൽ കുറച്ച് പണിയുണ്ട്, അവരെടുത്തോളാം എന്ന് പറഞ്ഞു. അവർ നാളെ എടുക്കത്തുള്ളൂ. അപ്പോൾ നാളെ എടുത്ത ശേഷം ബാക്കി ക്ലീൻ ചെയ്യാൻ നേരി കുറച്ച് ഭാഗങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അമ്മോ, സത്യമായിട്ടും വീഡിയോ പോലും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാൻ പറ്റില്ല എന്ന് കരുതി തന്നെ ഫോണിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ വേദയുടെ യൂട്യൂബ് ചാനൽ ഇടാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി അതിനെ നൈസായിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ഇടാമെന്ന് കരുതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ കഞ്ഞിയും പയറും കൂടി ഒരുമിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് മതി, വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അത് മതി. മാങ്ങാച്ചാർ ഇരിപ്പുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഓംലെറ്റും രസവടയും ചമ്മന്തിയൊക്കെ വാങ്ങിയായിരുന്നു. വേദയ്ക്ക് ബാക്കി 2 ദോശ വേദയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഞാൻ കഴിച്ചു. ഏട്ടൻ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വന്നതാട്ടോ. വേദ 10 മണിയായി കുളിച്ച് നനച്ചൊക്കെ ഇറങ്ങി വന്നപ്പോൾ 10 മണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു എടുത്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയം എൻ്റെ ഫോണ് അപ്പോൾ എൻ്റെ കയ്യിലില്ലല്ലോ. അവൾ ആ സമയം കൊണ്ട് എടുത്ത് തനിയെ അവളുടെ ഇതൊന്ന് ഫോട്ടോ ഇറ്റിനല്ല ഡേ ഇൻ മൈ ലൈഫ് എന്തോ അവൾ തനിയെ ഷൂട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്ന് പറയും, എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ അതങ്ങ് സത്യമാണ് കേട്ടോ. വേദ ചമ്മന്തി രസമൊക്കെ ഒഴിച്ച് കഴിക്കുകയാണ്. എനിക്ക് ഓംലെറ്റും രസവടയും ഉണ്ടായിരുന്നു. വേദയ്ക്ക് രസവട ഇഷ്ടമല്ല, രസം മാത്രമാണ് ഇഷ്ടം. രസവട ഒരുപാട് പേർക്ക് എന്താ സംഭവം എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സാധാരണ നമ്മുടെ പരിപ്പ് വടയില്ലേ, അത് രസത്തിലിടുന്നതാണ് രസവട. പക്ഷേ ആ രസം നമ്മൾ സാധാ വയ്ക്കുന്ന രസം പോലെയല്ല, ആ രസത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറൊരു രീതിയിലാണ് രസവടയ്ക്കുള്ള രസം വയ്ക്കുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അത് കുതിർന്ന് കിടക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അത് കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ്. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ കഴിച്ച ശീലമുള്ളതുകൊണ്ട് നമുക്കിഷ്ടമാണ്. ചിലപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് അതിനൊന്ന് കുതിർത്തിട്ടായിരിക്കും ആ രസത്തിലിടുന്നത്. അപ്പോഴേ നല്ലതായിട്ട് സോക്കായി കിടക്കത്തുള്ളൂ. അത് അങ്ങനൊരു രസവട. അതുപോലെ ഈ പരിപ്പ് വട ചമ്മന്തിയിലിടും, അത് നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രസവടയെക്കാട്ടി ഇഷ്ടമാണ് ചമ്മന്തി വട. അത് കഴിഞ്ഞ് ഇതെന്തൊക്കെ കാണിക്കുന്നുണ്ടോ കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കുറേ കട്ട്സൊക്കെ അതിൽ കിടക്കുന്നുണ്ടോ, അതിനടുത്ത് ഞാൻ അതിൽ കുത്തി കയറ്റിയതാണ്. എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ വോയിസ് ഞാൻ ഇടുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കളിക്കാൻ വന്നു. ഗൗതമുണ്ട്, തേനുണ്ട്, അമ്മുണ്ട്, ദിയയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ദിയ പോയി കേട്ടോ. അപ്പോൾ അവർ ടീച്ചറും കുട്ടികളും കളിക്കുകയാണ്. ഗൗതം കേട്ടോ അവരുടെ കുട്ടി സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഗൗതം, ബാക്കി എല്ലാവരും ടീച്ചേഴ്സാട്ടോ. അങ്ങനെ ഗൗതുവിനെ കളിപ്പിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ കുട്ടിയായിട്ട് ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ ഗൗതുവിനെ വിളിച്ച് വരുത്തി അവർ കൂടെ കളിപ്പിക്കുക കേട്ടോ. എല്ലാവരും സൺഡേ ആണ്ട് പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്. ഇവിടെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കാം കേട്ടോ. എന്നാലും അടിച്ച് വാരം മാത്രം ഉണ്ടായത്, തുടയ്ക്കുകയൊന്നും ചെയ്തില്ല. ഇനി പുറത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അകത്തെ ക്ലീനിങ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒട്ടും തല ശരിയാവുന്നില്ല, തലവേദന, ഭയങ്കര തലവേദന. ഈ ക്ലീനിങ്ങും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും 2-3 ദിവസമായിട്ട് ഉറക്കം ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയപ്പോൾ മൊത്തത്തിലൊരു പ്രശ്നം, എന്താണെന്ന് അറിയില്ല. സൺഡേ ഒക്കെ ഞാൻ ശരിക്കും കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ കിടക്കുമ്പോൾ തന്നെ മനസ്സിൽ ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവാം. ഒരു ഉറക്കം സുഖമാവില്ല, രാവിലെ എഴുന്നേക്കും. അപ്പോൾ ഒരു ബുദ്ധിമുട്ട്. രാവിലെ മീൻസ് കുറച്ച് സമയം കിടന്ന് ഉറങ്ങേണ്ട ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൗതമുണ്ട്, അമ്മുണ്ട്, തേനുണ്ട്. ഇവരൊക്കെ എന്താ സംസാരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് അവിടെ ഗ്ലാസ് ഇട്ട് കൊടുത്ത ശേഷം ഇപ്പോൾ വേദയുടെ സ്റ്റഡി ടേബിളെല്ലാം അങ്ങോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അവിടെ ബോർഡിലൊക്കെ എഴുതി പറഞ്ഞ് ഒക്കെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അവർ ടീച്ചേഴ്സ് ആവുന്നത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. പഠിക്കാനുള്ള ബുക്കൊന്നും വേദ കൊണ്ടുവന്നിട്ടില്ല, എല്ലാം നെട്ടയത്ത് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഈവനിങ് ഞാനങ്ങ് നെട്ടയത്ത് പോവും, ഒന്നും എടുത്തുകൊണ്ട് വരാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ പഠിക്കണ്ടല്ലോ, അതൊരു എക്സ്ക്യൂസ് പറയാമല്ലോ. പഠിക്കാൻ പറയുമ്പോൾ അത് ബുക്ക് നെട്ടയത്തിരിക്കുന്നു, ഒന്നും എടുത്തില്ല എന്നിങ്ങനെ പറയും. ഇത് കുറേ ഉണ്ടല്ലോ, കാര്യമായിട്ട് വേദം എടുത്തിരിക്കുക കേട്ടോ. ഞാൻ കരുതി ഇപ്പോൾ കഴിയുമെന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതായത് വേദയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊടുത്ത ബോർഡാണ്, വൈറ്റ് ബോർഡ്. അതെല്ലാം മീഷോന്ന് വാങ്ങിക്കൊടുത്തതാട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ഓർഗനൈസർ വേദയ്ക്ക് വാങ്ങിക്കൊടുത്തു, ടോയ്സൊക്കെ വയ്ക്കാനായിട്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ വാങ്ങിയതാട്ടോ.
ലിങ്ക് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോഴൊക്കെ ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് കൊടുത്തേക്കാവേ. അത് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം പോയി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയം ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയും പയറും രാവിലെ തിളപ്പിച്ചു റൈസ് കുക്കറിൽ വെച്ച് ഉച്ചയായപ്പോൾ കഴിക്കാനായിട്ട് എടുത്തു. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി റെഡി. കഞ്ഞിയും പയറും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് റൈസ് കുക്കറിൽ വെച്ചു. അതിൽ 2-3 കൊച്ചുള്ളി എല്ലാം അതിലേക്കിട്ട് അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. കഴിക്കുന്നിടത്ത് അച്ഛനും മോളും കൂടെ അടി കൂടുന്നതാണ്. എന്നിട്ട് എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് ഭയങ്കര ഒരു ടയേർഡായി. നടുവൊന്നും നൂരുന്നില്ല കേട്ടോ. അവസാനം ഏട്ടൻ വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വേദയും കൊണ്ട് ഏട്ടനെ തന്നെയാണ് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത്. അവർ പോകാൻ വേണ്ടി നോക്കി നിന്നു. ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. കുളിച്ചിട്ടൊന്ന് കിടക്കാന്നില്ല കേട്ടോ. പോയ ഉടനെ ഞാനൊരു കിടപ്പ് കിടന്നു. ഒരു 3-4 മണി വരെ അങ്ങനെ കിടന്നിട്ട് എഴുന്നേറ്റുണ്ടെങ്കിൽ എനിക്ക് തലവേദന കുറയുന്നില്ല. സാധാരണ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ കുറയുന്നതാണ്. ഇപ്പോൾ അല്ലാണ്ട് കുറയുന്നെങ്കിൽ കുറയട്ടെ എന്ന് കരുതി ഞാനൊന്ന് ഉറങ്ങി എണീറ്റൊക്കെ നോക്കിയിട്ട് കുറയുന്നില്ല. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നാൽ ഗുളിക കഴിക്കുന്നവരെ എനിക്ക് ആ തലവേദന മാറത്തില്ല. അങ്ങനെ ഒരു വൃത്തികെട്ട ശീലം എനിക്കുണ്ട് കേട്ടോ. തലവേദന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കഴിച്ചോളണം, അല്ലെങ്കിൽ ആ ഗുളിക എന്ന് വരെ ഞാൻ കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ആ ഗുളിക കഴിക്കുന്നവരെ എനിക്ക് തലവേദന ഉണ്ടാവും. അത് എത്ര ദിവസം, ഇതിപ്പോൾ 3 ദിവസമായി തലവേദന തുടങ്ങിയിട്ട്. ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പക്ഷെ എനിക്ക് ആ ഒരു ഗുളിക കഴിച്ചില്ലെങ്കിൽ ആ തലവേദന മാറത്തേയില്ല. അത് ഒരു അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. അത് മൈഗ്രെയിൻ്റെ ആണ്. ചില ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഛർദ്ദിച്ച് പണ്ടാരടങ്ങും കേട്ടോ. ആ ഗുളിക മൈഗ്രെയിൻ അങ്ങ് സിവിയറായി പിന്നെ അങ്ങ് ഛർദ്ദിലും തുടങ്ങും. എനിക്കറിയാം മൈഗ്രെയിൻ വന്നാൽ എനിക്ക് അപ്പം മനസ്സിലാവും. ഞാൻ അപ്പോഴേ ഒരു ഗുളിക കഴിക്കും. ഇത് മെനിങ്ങാന്ന് തുടങ്ങി ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുറയുമെന്ന് കരുതിയിട്ട് കുറയുന്നില്ല. അപ്പോൾ 2 ദിവസമായപ്പോഴേക്കും ഗുളിക, എനിക്കൊരു ഛർദ്ദിലിൻ്റെ പോലെയൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങ് ഗുളിക കഴിച്ചു കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയ ശേഷം ഞാൻ നേരെ നെട്ടയത്തേക്ക് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നാളൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുണ്ട്. അപ്പം ഒന്ന് വേദം ഇവിടെ ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വൈകിട്ടിങ്ങ് പോന്നപ്പോഴേക്കും ഇന്നലെ വാങ്ങിയ ചിക്കൻ്റെ കുറച്ച് ബാക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തോരൻ വെച്ചിരിക്കുകയായിരുന്നു. ചിക്കൻ തോരനും ചപ്പാത്തിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു. ഇപ്പോൾ എനിക്ക് തലവേദന കുറച്ച് ആശ്വാസമുണ്ട് കേട്ടോ. അത് ആ ഒരു ഛർദിൽ പോലെയൊക്കെ വന്നു. ഞാൻ ആകെ അങ്ങ് ഇതായി നിന്നിട്ട് ഗുളിക കഴിച്ചപ്പോൾ ഓക്കെ ആയി. അങ്ങനെ ഞാൻ ചപ്പാത്തിയും പുട്ടും തോരനൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ തോരൻ. ഞാൻ ചപ്പാത്തി എടുത്തു കേട്ടോ. ഒരു ശക്കലം പുട്ടും കഴിച്ചു. പുട്ട് കഴിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് പുട്ടിനെ മാറ്റി വെച്ചിട്ട് ചപ്പാത്തിയും ചിക്കൻ തോരനൂടെ കഴിച്ചു. തോരനൊക്കെ കഴിച്ചിട്ട് നിന്നപ്പോൾ വേദയ്ക്ക് കഴിഞ്ഞ ദിവസം അച്ഛൻ കുറച്ച് ചക്ക എവിടെ നിന്നോ വാങ്ങിയിട്ട് വന്നേ. ആ ചക്കയിൽ ചക്കക്കുരു എടുത്തിട്ട് വേദയ്ക്ക് ചക്കക്കുരു പുഴുങ്ങി കഴിക്കാനായിട്ട് ഭയങ്കര കൊതി. ഇന്നലെ പോയപ്പോൾ ഇങ്ങ് തിരിച്ച് വരുമെന്ന് എഴുതിയിട്ട് അച്ഛനോട് പുഴുങ്ങി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്നില്ല എന്ന് കണ്ടിട്ട് പിന്നെ അച്ഛനോട് പറഞ്ഞു പുഴുങ്ങണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വന്ന പാടെ ചക്കക്കുരു പുഴുങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛൻ ചക്കക്കുരുവൊക്കെ പുഴുങ്ങി കൊടുക്കാൻ പോവുക കേട്ടോ. ഇത് അവളുടെ യൂട്യൂബിലിടാനെന്നൊക്കെ പറഞ്ഞ് എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ. അതിന് ഞാൻ പയ്യെ എൻ്റെ കയ്യിലേക്ക് കയറ്റി. നമ്മുടെ പപ്പിയെ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പപ്പി ഒന്ന് ശരിക്കും കാണിക്കുമെന്ന്. ഇതാണ് നമ്മുടെ പപ്പിക്കുട്ടൻ, പോമറേനിയൻ, നമ്മുടെ പപ്പി. പപ്പിയെ നമ്മളെപ്പോഴും കെട്ടിയിട്ടേക്കും. രാത്രിയാകുമ്പോൾ അഴിച്ചു വിടും കേട്ടോ. ആളിത്തിരി വികൃതിയാണ്. ഭയങ്കര ചട്ടമ്പിത്തരമൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ കടിക്കാനൊക്കെ ഓടിക്കും. പുറത്തോട്ടൊന്നും ഒട്ടും വിടില്ല. ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കെട്ടൊക്കെ അഴിച്ചിട്ട് ഓടും. പപ്പിയെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അച്ഛൻ മാറ്റി കെട്ടിക്കൊണ്ടേയിരിക്കും ഒരു ദിവസത്തിൽ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അഴിച്ചു വിടും. അല്ലെങ്കിൽ വീട്ടിനകത്തൊക്കെ കയറി നല്ല പണിയും കേട്ടോ. അങ്ങനത്തെ ആളാണ് പപ്പി. നമ്മുടെ ശരവണ്ണൻ പുറത്തുണ്ട്. ശരവണൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ശരവണൻ എങ്ങനെയോ നമ്മുടെ ഈ ബോർഡർ കടന്ന് അപ്പുറത്തേക്ക് പോയി. അപ്പുറത്തും തിരിച്ച് വരാനായിട്ട് നിറയെ പട്ടികളുണ്ട് കേട്ടോ. അവനെല്ലാം ശരവണൻ്റെ ശത്രുക്കളാണ്. ശരവണനെ കടിക്കുമായിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലാണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്നലെ അച്ഛൻ പോയി ശരവണനെ കൊണ്ടുവന്നു. അച്ഛൻ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നടന്ന് പോയി ശരവണനെ കൊണ്ട് തിരിച്ചു വന്നു കേട്ടോ. അച്ഛന് പട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ. അതുമല്ല നമുക്ക് ഈ ശരവണൻ ഇങ്ങനെ ചെറുതിലെ മുതലേ കണ്ട് ആഹാരമൊക്കെ കൊടുത്ത് അവനെ 2 ദിവസം കാണാണ്ടിരുന്നപ്പോൾ നമുക്കും ഒരു വല്ലാത്ത വിഷമം പോലെ. അപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ കുറേ ദൂരം വരെ വന്നിട്ട് പിന്നെ വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെയുള്ള സ്ഥലത്ത് കുറേ പട്ടികൾ ഇതുപോലെ കിടപ്പുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ റോഡിലിങ്ങനെ കിടപ്പുണ്ട്. ആ പട്ടികൾ ശരവണനെ കടിക്കുന്ന പട്ടികളാണ്. അപ്പോൾ ആ പട്ടികളെ പേടിച്ചിട്ടാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഇന്നലെ വൈകിട്ട് പോയി ആളങ്ങ് കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ചക്കക്കുരു പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് നോക്കിയേ. കുഞ്ഞു ഒരു പാത്രത്തിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് ചക്കക്കുരു. വേദയ്ക്കങ്ങ് ഭയങ്കര കൊതിയായിട്ട് വയ്യ കേട്ടോ. വേദ അങ്ങനെ ഇതൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല, എന്താണെന്ന് അറിയില്ല. എന്തായാലും ചക്കക്കുരു വെന്തോ എന്ന് നോക്കാനായിട്ട് എനിക്ക് കൊണ്ടിങ്ങനെ തന്നു കേട്ടോ.
അമ്മയ്ക്ക് ഈ വക പരിപാടികളൊന്നും വൈകുന്നേരം ആയ അമ്മ ഒരു കാര്യം സീരിയൽ കഴിഞ്ഞിട്ടുള്ള വേറെ കാര്യം. പക്ഷെ സൺഡേ ആണ്ടെന്ന് സീരിയലില്ല, അതുകൊണ്ട് റിമോട്ട് റൂട്ട് അടിച്ചടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രാവിലെ ഉച്ചവരെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യും, പിന്നെ ഇങ്ങനെ ഈ വക സാധനങ്ങളൊന്നും അമ്മ ചെയ്യില്ല. അതൊക്കെ അച്ഛനാണ്. അതുപോലെ അമ്മ ചക്കക്കുരു വിരോധിയാണ്. അമ്മയ്ക്ക് ചക്കക്കുരു കഴിച്ചാൽ അപ്പോൾ അമ്മ ഛർദ്ദിക്കും കേട്ടോ. അതുകൊണ്ട് അമ്മ ചക്കക്കുരു ഒന്നും കാണത്തുമില്ല, തൊടത്തുമില്ല, എടുക്കത്തുമില്ല. അങ്ങനെ ഞാൻ എന്തോ നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കാന്താരി മുളകൊക്കെ പൊട്ടിച്ചതുണ്ടെങ്കിൽ സൂപ്പർ. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ചക്കക്കുരു കൊള്ളനെ ഒരു കാന്താരി മുളക് ചമ്മന്തിയുടെ ആക്കിയിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതും റെഡി കേട്ടോ. കാന്താരി ഇവിടെ നിന്നും ഉണ്ടായിരുന്നു. കാന്താരിയും മുളകെല്ലാം കൂടെ, കാന്താരി മുളകും കൊച്ചുള്ളിയൊക്കെ ചതച്ചതും ചക്കക്കുരുവും എല്ലാം കൂടെ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ചപ്പാത്തിയൊക്കെ കഴിച്ച് ആക്ച്വലി വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു കൊതി കേട്ടോ. അതിന് വേണ്ടിയൊന്നുമില്ല കഴിക്കാനായിട്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചക്കക്കുരും ഇവിടെ നിന്നാണെന്നറിയില്ല കാന്താരി ചമ്മന്തിയും എല്ലാം കൂടെ കിട്ടിയിട്ടുണ്ട്. വേദ കൊണ്ടിങ്ങനെ വച്ച് തന്നു കേട്ടോ. എന്നോട് പറഞ്ഞു അമ്മ എടുത്തിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 കഷ്ണം അതിൽ നിന്ന് എടുത്ത് കേട്ടോ. കഴിക്കുന്നതോറും വീണ്ടും കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതി. ചില സമയങ്ങളിൽ ഇതൊക്കെ കൊണ്ടുവച്ചാൽ, ഈ ചക്ക സീസണൊക്കെ എപ്പോഴും ഇതല്ലേ, ഇതൊന്നും കൊണ്ടുവച്ചാൽ തൊട്ട് നോക്കത്തില്ല, വേണ്ട എന്ന് തോന്നും. പക്ഷെ ഇന്നിപ്പോൾ കുറേ നാളായി ചക്കയൊക്കെ കഴിച്ചിട്ട്, അതുകൊണ്ടാവും ചക്കക്കുരു കഴിക്കാൻ ഭയങ്കര കൊതിയും. ചക്കക്കുരുവും അതൊക്കെ കൂട്ടി ഞാൻ നന്നായിട്ടൊന്ന് കഴിച്ചു. നന്നായിട്ട് മീൻസ് അതിൽ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കൊതി തീരെ ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചിട്ട് അവർക്ക് കൊടുത്തു. എന്നിട്ട് പിന്നീട് ചെന്ന് കൈയിട്ട് വാരി, അതാണല്ലോ നമ്മുടെ രീതി. വേണ്ടാന്ന് പറയാൻ കൊടുത്തിട്ട് വീണ്ടും വീണ്ടും കൈയിട്ട് വാരുക, അതാണ് നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത്. അങ്ങനെ ചക്കക്കുരുവൊക്കെ കഴിച്ചു. എനിക്ക് വീഡിയോ ഇല്ല എന്നുള്ള വിഷമത്തിലിരുന്നപ്പോൾ ഇവിടെ നിന്നൊക്കെയോ കുറേ വീഡിയോകളൊക്കെ കിട്ടി. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിതാണ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവേ. ഇന്നാകെ ഞാൻ പെട്ടുപോയത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിപ്പോയത്. എന്തായാലും ടാറ്റാ, ബൈ.